നമസ്കാരം. യേശുക്രിസ്തുവിനെ തൂക്കിവിറ്റ് ജീവിക്കുന്ന പലതരം മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അത് വ്യവസ്ഥാപിത സഭകൾ മുതൽ പെന്തക്കോസ്റ്റൽ സഭകൾ വരെയുള്ളവരുടെ കൂട്ടത്തിൽ ഇത്തരക്കാരുണ്ട്. മഹാഭൂരിപക്ഷം വരും വിശ്വാസികളാണ്, വിശ്വാസപൂർവ്വം ചെയ്യുന്നതാണെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതികളായവർ ഉൾപ്പെടെ വാക്ചാതിരി കൊണ്ട് മാത്രം നാട്ടുകാരെ പറ്റിച്ച് സുവിശേഷം വിൽപ്പന നടത്തി ജീവിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അവരിൽ മുമ്പനാണ്, വമ്പനാണ് പാസ്റ്റർ ബിനു വാഴമുട്ടം. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മണി ചെയിൻ മോഡൽ തട്ടിപ്പുകാരുടെ വേറൊരു രൂപമാണ്. അവർ തട്ടിപ്പ് നടത്തുന്നു. അങ്ങനെ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റിരിക്കുന്ന പണം സ്തോത്ര കാഴ്ച എന്ന പേരിൽ ശേഖരിക്കുന്നു. ആ പണം കൊണ്ട് അവർ ആഡംബര ജീവിതം നയിക്കുന്നു. പലരും പെണ്ണുപിടി അടക്കമുള്ള കേളികളിൽ ഏർപ്പെടുന്നു. പാസ്റ്റർ വാഴമുട്ടം പത്തനംതിട്ട ഓമല്ലൂരിൽ BJPക്ക് വലിയ അടിവേരുള്ള ഇടത്ത് തന്നെയാണ് നിയമവിരുദ്ധമായി പ്രാർത്ഥനാലയം നടത്തുന്നത്. അതിനെതിരെ മുമ്പും പരാതിയുണ്ട്. ഇക്കുറി അവിടെ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പോലീസിൽ അടക്കമുള്ള സ്വാധീനം കൊണ്ട് ബിനു വാഴമുട്ടത്തെ ഒഴിവാക്കി അവിടുത്തെ ജീവനക്കാരെ മാത്രം ഈ കേസിൽ പ്രതി ചേർക്കുന്നു. സ്വാഭാവികമായും ബിനു വാഴമുട്ടത്തെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് BJPക്കാർ സമരം നടത്തുന്നു. ആ സമരത്തിന് പാളിച്ചു പറ്റുന്നു. തന്ത്രജ്ഞനായ ബിനു വാഴമുട്ടം ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് വിശ്വാസികളെ ഇറക്കി ആരാധന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് തടിതപ്പുകയാണ്. അപ്പോഴേക്കും BJPയും RSSും BJPക്കാരിയായ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസും CPM മാത്രമല്ല SDPIയും പോലും ഈ തട്ടിപ്പുകാരന് ഓശാന പാടിക്കൊണ്ട് രംഗത്തിറങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ പറയുന്ന യേശുക്രിസ്തുവിനെ തൂക്കിവിറ്റ് ജീവിക്കുന്ന ബിനു വാഴമുട്ടത്തിന് വേണ്ടി SDPI ഇറക്കിയ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്: ഓമല്ലൂരിൽ ക്രൈസ്തവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഹനിക്കാനുള്ള RSS BJP ശ്രമം പ്രതിഷേധാർഹമെന്ന് SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് MD ബാബു. ആരാധനാ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. പ്രാർത്ഥന തടയാൻ ആർക്കും അവകാശമില്ല. ഇങ്ങനെ പോവുകയാണ് ഈ പ്രസ്താവന. നോക്കൂ, ഒരു വലിയ അനീതി നടക്കുന്നു. കുട്ടികൾക്കെതിരെ ക്രൂരത നടക്കുന്നു. നിയമവിരുദ്ധമായി ഒരു പൊതുസ്ഥലത്ത് ഒരു ഹാൾ വാടകയ്ക്കെടുത്ത് മതപരമായ ചടങ്ങ് നടത്തുന്നു. നിരവധി ആളുകളെ പറ്റിക്കുന്നു. പക്ഷേ ഇയാൾക്കെതിരെ പ്രതികരിച്ച BJPക്കാർ പ്രതിക്കൂട്ടിലാവുന്നു. അതിനുശേഷം ഇയാളുടെ ആരാധനാലയത്തിൽ നടന്ന ഒരു ഭീഷണി സുവിശേഷമുണ്ട്. പട്ടിഷോ കാണിക്കരുത്, പണിതരും, വടിവാളും നെഞ്ചക്കമൊക്കെ എടുക്കാൻ ഞങ്ങൾക്കും അറിയാം, ഇങ്ങോട്ട് വരുന്നവർ ആ രീതിയിൽ പോകില്ല എന്ന് പറഞ്ഞ് ഇതേ ആരാധനാലയത്തിലെ മറ്റൊരു പാസ്റ്ററുടെ ഞെട്ടിക്കുന്ന പ്രസംഗം. BJPക്കാരൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ് ആരാധന അടച്ചുപൂട്ടാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നമാ. നിരപരാധികളായ പാവപ്പെട്ട കേരളത്തിലെ ദൈവമക്കൾ ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് പട്ടി ഷോ കാണിക്കാൻ നിന്നാൽ അതിന് മറുപടി പറയാൻ കേരളത്തിലെ ആർജവമുള്ള പെന്തക്കോസിന്റെ പുതിയ തലമുറയുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യട്ടെ, കോടതി ചെയ്യേണ്ടത് കോടതി ചെയ്യട്ടെ. ആരാധന നടത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തടയും, ഞങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും. അതങ്ങനെയാ പണ്ട് മുതൽ. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്. ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അംഗത്തടലേയും പുറംതടലേയും വാരിത്തടലേയും കോരിത്തടലേയും കുൻഫും കത്താസും കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു. അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ, രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്, ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ്, സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പണ്ട് വടിവാളുമായി ഈ പണി ചെയ്തുകൊണ്ടിരുന്നവരാണ്, എന്നിട്ട് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ. ഇതാണോ മാനസാന്തരം? നിയമവിരുദ്ധമായ പ്രവർത്തിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വടിവാളെടുക്കുമെന്ന് പറയുന്നതാണോ മാനസാന്തരം? എന്തുതരം സുവിശേഷ പ്രഘോഷണമാണിത്? ഇതൊക്കെ കേൾക്കുന്ന യേശുക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെ താങ്ങാൻ വേണ്ടിയാണ് കുറച്ചു പേരുള്ളത്. ഞാൻ പറയും, അവിടുത്തെ BJPക്കാർക്കും RSSകാർക്കും നട്ടലില്ലെന്ന്. ആരെന്തെങ്കിലും പറയട്ടെ, ആരാധനാ സ്വാതന്ത്ര്യം തടഞ്ഞു എന്നൊക്കെ പറയുന്ന നുണക്കഥകൾ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളെ കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഇയാൾക്ക് കിട്ടുന്ന സ്തോത്ര കാഴ്ചകൾ എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതുള്ളൂ. ഇയാളുടെ സ്വത്തുക്കൾ, ഇയാളുടെ ഇടപാടുകൾ അന്വേഷിക്കേണ്ടതാണ്. എത്ര നെറുകെട്ട രീതിയിലാണ് ഇയാൾ മറ്റുള്ളവരെ പറ്റിക്കുന്നത് എന്നറിയാൻ ഇയാളുടെ മറ്റൊരു വീഡിയോ കൂടി കാണണം. ഒരു രോഗശാന്തിയാണ്. രണ്ടുപേർ ചെന്ന് നിൽക്കുന്നു. അവരോട് പറയുകയാണ്, അവരുടെ കെട്ടപ്പെട്ടിരിക്കുന്ന കെട്ടഴിക്കാൻ പോവുകയാണ്.
അവരുടെ വീടിന്റെ മുമ്പിൽ കൂടോത്രം വെച്ചിരിക്കുന്നു. കൂടോത്രം വെച്ചയാളെ എനിക്കറിയാം. അവിടെ ഒരു ദുർഗയുടെ രൂപം കൊണ്ടിട്ടിരിക്കുന്നു. അതാണ് അതിന് ഹൈലൈറ്റ്. ഹിന്ദു വിശ്വാസത്തെ അധിക്ഷേപിക്കുക എന്ന അജണ്ടയോടുകൂടി കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊന്നും കേട്ടിട്ട് പ്രതികരിച്ചാൽ അപ്പോൾ തന്നെ RSSും BJPയും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്ന് ബഹളം വയ്ക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഈ BJPക്കാർക്കും RSSകാർക്കും മൗനം പാലിക്കേണ്ടി വരുന്നു. എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത് കേൾക്കുക. ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ 2-3 കാര്യങ്ങൾ യേശു പറഞ്ഞു. അതിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങളകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്, നശിക്കാൻ തന്നേക്കുന്ന തരവാ. ഇന്നൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ അകത്ത് ഇത് തന്നതാ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ച പിശാച് കെട്ടിയതാ. പിന്നെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു പോരാട്ടമുണ്ട്. ഈ വീട് വെച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവിടെ തൊട്ട് തുടങ്ങിയ പോരാട്ടമാ. പക്ഷെ അവിടെ നമ്മൾ കയറി വരാൻ പോവാ. ഞാനിന്ന് പറയുവാ, ആ വീട്ടിൽ നിന്ന് മുഴുവൻ കെട്ടും പൊട്ടിപ്പോവും. എനിക്കിത് ചെയ്യുന്ന ആരാന്നൊക്കെ അറിയാം, കൊണ്ടുവെക്കുന്ന ആളിനെ എനിക്കറിയാം. സിസ്റ്റർ, ഇത് കെട്ടാ വീട്ടില്. ഈ പിള്ളേർ, ഈ കൊച്ചുണ്ടല്ലോ, ഇവൾ യേശുവിന്റെ ആളായിട്ട് മാറും. എന്നോട് ദൈവം പറയുന്നത്, നിന്റെ വീട്ടിലോട്ട് കയറി വരുന്ന വഴിയുണ്ടല്ലോ, വഴിയ മുറ്റം, അതിന്റെ പടിക്കെട്ട്, ഈ 3നെയും കെട്ടിയേക്കുക. അവിടെ ഇതെല്ലാം കൊണ്ടിടുന്നേ അല്ലേ? എന്തിനാന്നറിയോ? നിന്റെ വഴി ബന്ധിച്ചതാ. രണ്ടാമത് പടിക്കെട്ടിക്കൊണ്ടിട്ട് നന്മ ബന്ധിച്ചതാ. മന്ത്രവാദത്തിന്റെ സാധനം കൊണ്ട് വെക്കുന്നവരെ കേട്ടോളുക, പിടിക്കപ്പെടും. ഏത് തകിട് കൊണ്ട് വെച്ചാലും പിടിക്കപ്പെടും. എനിക്കിത് കൊണ്ടുവെക്കുന്ന ആളിനെ അറിയാൻ കേട്ടോ. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലെ ആ ബന്ധനങ്ങൾ പൊട്ടാൻ പോവാ. ഈ പ്രതിഭാസം തുടങ്ങിയിട്ട് 2.25 വർഷമായി. തകിട് വെക്കുന്നവര് സൂക്ഷിച്ചോണം, പിടിക്കപ്പെടും. രാമീൻ പറഞ്ഞോ, എലോഹിം ഈ യോഗത്തിന് വന്നാൽ പിടിക്കപ്പെടും. നിങ്ങളാ യേശു നിങ്ങളെ പിടിക്കും. തകിട് വെക്കുന്നവരെ സൂക്ഷിച്ചോണം. ഇന്ന് രാവിലെ ഒന്ന് കൈയടിച്ച് സ്വത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുന്ന എന്നറിയോ? ഈ വീട്ടിൽ കൊണ്ടുവച്ച സകല രൂപങ്ങളോ, ആ ഭദ്രകാളിയുടെ രൂപം ഇല്ലയോ, ആ രൂപം എന്തിനാ കൊണ്ട് വെച്ചെന്നറിയോ? പറയട്ടെ, അത് ലവക്കിട്ട് പണിത പണിയാ. നിങ്ങളുടെ രണ്ടും കൂടെ തമ്മിത്തല്ലി തലകീറി പിണങ്ങിപ്പോണം അതിന് ചെയ്ത. ഇത്തരം സുവിശേഷ കച്ചവടക്കാരെ നിരോധിക്കാനും നിയന്ത്രിക്കാനും രാജ്യത്ത് നിയമം ഉണ്ടായേ മതിയാവും. മുഖ്യമന്ത്രി ഓഫീസിൽ ഞാൻ വിളിച്ചപ്പോൾ എന്നാണ് ആദ്യം പറഞ്ഞത്. ഇയാളെ, ഈ പറയുന്ന ബിനു വാഴമുട്ടം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് അയച്ചു. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ഇയാൾ സ്ഥലം CA വിളിച്ചു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇത്തരം തട്ടിപ്പുകാരെ തൂത്തുവാരി ജയിലിലടയ്ക്കാൻ തൻ്റെ ഇടമുള്ള ഒരു സർക്കാരും പോലീസും എപ്പോൾ വരുന്നോ അന്ന് മാത്രമേ നമ്മുടെ നാട്ടിൽ നീതി നടപ്പിലാവൂ.